ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യം. മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. മതി. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് സ്തോത്രം കൊന്നത്? യേശു ക്രിസ്തു എങ്ങനെയാണ് മരിച്ചത്? മരക്കുരിശിൽ ആണികൾ തറച്ച് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ അത്രയ്ക്ക് വിരൂപമായിരുന്നു യേശു. നമ്മൾ ഇന്ന് പല പള്ളികളിലും പല വീടുകളിലും സുന്ദരമായ പെയിന്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ യേശു ആയിരുന്നില്ല നമുക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്. 300-ലധികം ചെറുതും വലുതുമായ മുറിവുകൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ റോമൻ ഗവൺമെന്റ് അവന്റെ പടയാളികൾ യേശുവിന്റെ ശിരസിലേക്ക് വെച്ചുകൊടുത്ത മുൾക്കിരീടം അവരവരുടെ കരത്തിലിരിക്കുന്ന ഒരു ഉപകരണം കൊണ്ട് തലയിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അതിലെ ഒരു മുള്ള ആഴത്തിൽ ഇറങ്ങിയിട്ട് യേശു ക്രിസ്തുവിന്റെ ഇടത് കണ്ണ് തൂങ്ങി നിന്നു എന്ന് ചരിത്ര പുസ്തകം പറയുന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ അത്രയ്ക്ക് വിരൂപനായിരുന്നു. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 2 വാക്യം, അവസാന 2 വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. അവിടെ അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന്, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരെയും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. പലരും കഴിഞ്ഞ നാളുകളിൽ കുരുട്ട് കണ്ണ് തുറന്നവൻ അവിടെയുണ്ട്, മുടന്ത് മാറിയവനുണ്ട്, രക്തസ്രവം മാറിയ സ്ത്രീയുണ്ട്, പാപം മോചിച്ചു കിട്ടിയവരുണ്ട്, കുഷ്ഠരോഗം മാറിയവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ഇതെല്ലാം ചെയ്ത് സൗഖ്യമാക്കിയ യേശുവാണോ ഈ കിടക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അവനെ കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് തോന്നത്തില്ല. ഇറച്ചി വെട്ടുകാരൻ മൃഗത്തിന്റെ കുറക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ യേശുവിന്റെ ശരീരത്തിൽ ഒന്നു കുറേ 40 അടി ചമ്മട്ടികൾ കൊണ്ടടിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും മാംസ കഷ്ണങ്ങൾ ചിതറിപ്പോയി. കുതിരയുടെ തോല് ഉണക്കി പിരിച്ചെടുത്ത് ഏകദേശം 7 ശാഖകളായിട്ട് പിരിഞ്ഞിട്ട് അതിന്റെ അഗ്രങ്ങളിൽ ഈയക്കട്ടികളും കൊളുത്തും എല്ലും കഷ്ണങ്ങളും ഒക്കെ പിടിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ചമ്മട്ടി. ഒരടി ഒരു ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ 7 ഭാഗത്ത് ചെന്ന് ആമേശ്വരം അതിന്റെ അഗ്രത്ത് കിട്ടിയിരിക്കുന്നത് തറഞ്ഞു പിടിക്കും. പറിച്ചെടുക്കുമ്പോൾ മാംസം എന്ന് പറഞ്ഞ പോലെ ഇത് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ മുക്കിക്കഴുകും. അങ്ങനെ 40 അടി ശരീരത്തിൽ വഹിച്ചപ്പോൾ അവന്റെ രൂപം മനുഷ്യനല്ല എന്ന് തോന്നിപ്പോകത്തക്ക നിലവാരത്തിൽ അത്രയ്ക്ക് വിരൂപമായി തീർന്നു. നമുക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ ഒഴുക്കിയതും സഹിച്ചതും ചെറുതൊന്നുമല്ല. ഇന്നും നമ്മളെ ഇവിടെ സുരക്ഷിതമായി ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ കാലഘട്ടത്തിലും കൽക്കുരിശുകൾ ഉണ്ടായിരുന്നു. കൽക്കുരിശുകളിൽ കെട്ടിബന്ധിച്ച് പലരെയും കൊന്ന ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മരക്കുരിശ്
ശാപത്തെ കാണിക്കുന്നതാ. പച്ചമരം ശാപത്തെ കാണിക്കുന്നതാ. യേശു ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഏകദേശം 135-നും 165-നും കിലോയ്ക്ക് ഇടയിലുള്ള ഒരു പച്ച പൈൻ മരക്കുരിശ് യേശുവിന്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു. ചുമക്കാൻ പറഞ്ഞു. ഒരഗ്രം താഴ്ത്തു മുറ്റി നിൽക്കുന്നത് കൊണ്ട് വെച്ച് യേശു അതുമായിട്ട് യാത്ര തുടങ്ങി. ഇടക്ക് വീണ്ടും എഴുന്നേറ്റു. ആമേശ്വരം ഒരു സമയം കടന്നപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ പടയാളികൾ ചിന്തിച്ചു, ഇവനെ ജീവനോടെ അവിടെ ക്രൂശിക്കാൻ അസാധ്യമാ, അതുകൊണ്ട് ഇവന്റെ ക്രൂശ് ചുമക്കാൻ മറ്റാരെങ്കിലും കൂടെ നമുക്ക് വെക്കണം. അപ്പോഴാണ് വയലിൽ നിന്ന് പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കടന്നു വരുന്ന ഒരു കർഷകനായിരിക്കുന്ന കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആമേശ്വരം അവിടെ കണ്ടുമുട്ടുന്നത്. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവനെ അവര് നിർബന്ധിച്ചു. കാരണം ജീവനോടെ ശിക്ഷ നടപ്പാക്കണം, ജീവനോടെ ക്രൂശിക്കണം എന്നുള്ളതാണ് കോടതി വിധി. അത് പാലിക്കത്തക്ക നിലവാരത്തിൽ ജീവനുള്ള യേശുവിനെ ഗോൽഗോഥായിലേക്ക് കൊണ്ടുപോകാൻ അവർ കുറേനക്കാരനായ ശിമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചു. ഇത് നമ്മൾ നോക്കുമ്പോ സാധാരണ ഒരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ അകത്തൊരു ചരിത്രമുണ്ട്. പച്ചമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന ഫലവൃക്ഷത്തെ അന്ന് ആദം ഹവ്വ ദമ്പതികൾ കഴിച്ചപ്പോൾ മരത്തിൽ നിന്നുണ്ടായ ആ ശാപത്തിന്റെ കനി അവര് ഭക്ഷിച്ചപ്പോൾ മരത്തുമ്പിൽ തൂങ്ങി അത് തീർക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ശാപത്തെ മാറ്റുക, അവൻ പച്ചപ്പൻ മരക്കുരിശ് ചുമത്തുവാനിടയായിത്തീർന്നു. ഏതിൽ നിന്നാണ് തുടക്കം, അതിൽ തന്നെ ഒടുക്കം വരുത്തുക സ്വർഗത്തിലെ ദൈവം ശ്രമിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആ കാലഘട്ടത്തിൽ പ്രിയ മക്കളെ, അത് ശാപമായിരുന്നു. ഈ ശാപം നമ്മെ മാറ്റേണ്ടതിന്, നമ്മളെ വിലക്ക് വാങ്ങേണ്ടതിന് ന്യായപ്രമാണത്തിന്റെ ശാപം ചെറുതല്ല, ഏറ്റവും വലുതാ. എന്താ ശാപം? എങ്ങനെ വരും ശാപം? ശാപത്തെ കുറിച്ച് പുസ്തകത്തിൽ ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ശാപം എങ്ങനെ വരും? ശാപത്തിന്റെ മെയിൻ ഘടകം ദൈവമല്ലാത്തതിനെ ആരാധിച്ച ശാപം കുടുംബത്തിൽ വരും. ദൈവമല്ലാത്തതിനെ ആരാധിച്ച ശാപം ഭവനത്തിൽ വരും. ആ കാലഘട്ടത്തിൽ ദൈവം ശപിക്കാൻ വേണ്ടി ചിലരെ ആക്കി. 12 ഗോത്രങ്ങളുള്ളതിൽ 6 ഗോത്രത്തെ അനുഗ്രഹിക്കാനും 6 ഗോത്രത്തെ ശപിക്കാനും ദൈവമാക്കി. ആമേൻ. ന്യായപ്രമാണത്തിൽ കഠിനമേറിയ ശാപമുണ്ടായിരുന്നു. അത് 4 തലമുറകളെയും അത് 7 തലമുറകളെയും നിലനിന്നു. ആമേൻ. ഈ ശാപത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ സ്വതന്ത്രമാണ്? ശാപം മുറിയാതെ ജീവിതത്തിൽ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ആമേൻ. നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിലെ 26 മുതൽ തിരുവെഴുത്ത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതൽ, ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 13 മുതലും, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 15 മുതലും വായിക്കണം. ആവർത്തന പുസ്തകം 11-ന്റെ 26. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴി വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെയ്യുന്നു എങ്കിൽ ശാപവും വരും. ശാപം വരാൻ കാരണം ഞാനാകുന്നു നിന്റെ ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അന്യ ദൈവങ്ങളെ സേവിക്കുന്നവന്റെ ദണ്ഡനം വർദ്ധിക്കും. അന്യ ദൈവ സേവ ശാപം വരുത്തും. എത്ര നാൾ വരെ? തലമുറകളോളം നിലനിൽക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ ചിന്തിപ്പിച്ചു. ദൈവം എന്ന് പറയുന്ന വ്യക്തിത്വത്തിനുണ്ടാകേണ്ട 4 ക്വാളിറ്റികൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1, ദൈവം സർവ്വവ്യാപിയായിരിക്കണം. ഇന്ന് ഞായറാഴ്ച ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോ
ഇറ്റലിയിലും ജർമ്മനിയിലും ജപ്പാനിലും അമേരിക്കയിലും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനവും, നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയും, നമ്മൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസവും വേൾഡിലെ സകല മനുഷ്യരെ അനുഭവിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഇടയിൽ വരുന്നത് പോലെ അവരുടെ ഇടയിൽ കടന്നു ചെല്ലുന്നവരായിരിക്കണം സ്വർഗത്തിലെ ദൈവം. ദൈവം സർവ്വവ്യാപിയായിരിക്കണം. ആ ദൈവം സർവ്വജ്ഞാനിയായിരിക്കണം. അവൻ നമ്മൾ സംസാരിക്കുന്ന മലയാളവും കർണാടകക്കാരൻ സംസാരിക്കുന്ന കന്നഡയും തമിഴൻ സംസാരിക്കുന്ന തമിഴും അവൻ സ്വന്തം മഹാരാഷ്ട്രക്കാരൻ സംസാരിക്കുന്ന ഹിന്ദിയും അവൻ സ്വന്തം ജർമ്മൻകാരൻ സംസാരിക്കുന്ന ജർമ്മനിയും മനസ്സിലാക്കി അവന്റെ ഹൃദയത്തിന്റെ വേദനകൾ അറിഞ്ഞ അവന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുത്തനായിരിക്കണം അവൻ സ്വർഗത്തിലെ ദൈവം. മാത്രമല്ല പ്രിയ മക്കളെ, അവൻ സ്വന്തം അവൻ ഈ ആളിനേക്കാൾ വലിപ്പമുള്ള തിമിംഗലങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അവൻ സ്വന്തം കാറ്റിൽ അവൻ ഒത്തിരി മൃഗങ്ങളുടെ ഇടജാതികളുണ്ട്. ഇവരുടെ ഒക്കെ ഭാഷ തിരിച്ചറിഞ്ഞ് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് സർവജ്ഞാനിയായ ദൈവം. സർവജ്ഞാനിയായ ദൈവം. മാനുഷിക ദൈവങ്ങൾ ഒത്തിരിയുണ്ട്. ദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ. പക്ഷെ ചില രാജ്യത്ത് ചെല്ലുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആള് വേണം. ആമേൻ. ഇവനെങ്ങനെ ദൈവമാണ്? ആമേൻ. ഇവനെങ്ങനെ ദൈവമാണ്? പശുവിനെ ദൈവമാക്കി ആരാധിക്കുന്നവരുണ്ട്. അവൻ ജീവിതകാലം മുഴുവനും ഒരു പശുവും പശുവിന്റെ കുഞ്ഞായിരിക്കുന്ന മൂരിക്കിടാവോ അല്ലെങ്കിൽ പശുക്കിടാവോ ഇതുമായിട്ട് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ജീവിത അവസാനം വരെ നിലനിർത്താൻ കഴിയാത്ത പശു എങ്ങനെ ദൈവമാണ്? പശുവിന് ജനിക്കുന്ന മൂരിക്കിടാവുമായിട്ട് മൂരിക്കിടാവ് പ്രായമെത്തുമ്പോ അമ്മയോ പെങ്ങളോ എന്നൊരു ബന്ധം മൃഗങ്ങളുടെ ഇടയിലില്ല. ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. ആമേശ്വരം ഇത് അമ്മയാണ് എന്നൊരു ചിന്ത ഈ മൂരിക്കിടാവ് വലുതായി കാളക്കുട്ടിയാകുമ്പോൾ ഉണ്ടാകത്തില്ല. ജീവിതകാലം മുഴുവനും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ആമേശ്വരം സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം വെച്ചു പുലർത്താൻ കഴിയാത്ത ഈ മൃഗം എങ്ങനെ ദൈവമാകും? പാമ്പ് ദൈവമാ. ആമേശ്വരം അബദ്ധത്തിൽ വീടിന്റെ വാതിക്കൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോ വാതിൽക്കൽ കിടക്കുന്ന പാമ്പിനെ നാം ചവിട്ടിയാൽ പാമ്പ് ആ സെക്കൻഡിൽ മനുഷ്യനെ കടിക്കും. ആമ ഇന്ന് വരെ ഒരു പാമ്പ് ഒരു മനുഷ്യനെ കടിച്ചിട്ട് സോറി അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. ആമേ സ്വന്തം മനുഷ്യന്റെ മാനസികാവസ്ഥയെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ ജീവി എങ്ങനെ ദൈവമാണ്? ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത ദൈവം സർവജ്ഞാനിയാണ്. ആമേൻ. ദൈവം സർവവ്യാപിയാണ്. ദൈവം സർവശക്തനാണ്. ആർക്കും ചെയ്തെടുക്കാൻ പറ്റാത്ത വിഷയത്തെ ചെയ്തെടുക്കുന്നവനാ ദൈവം. ആമേ. തന്റെ ഭക്തന്മാരായിരിക്കുന്ന ജനം ആമേശ്വര ഒരു ഭാഗത്തേക്ക് നടന്നു വന്ന് മുമ്പിൽ നോക്കുമ്പോൾ ഈ കടല, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പുറപ്പെട്ടു വന്ന രാജ്യത്തിലെ സൈന്യം അവരെ പിടിച്ച് വീണ്ടും ബന്ദികളാക്കാൻ അടിമകളാക്കാൻ ഒരുക്കപ്പെട്ട് ഓടി വരുമ്പോ മുമ്പിൽ കടന്നു പോകാൻ വേറെ വഴിയില്ല. ആമേശ്വരൻ മോശം നെടുമ്പാട് പിന്നെ കരയുക, ഇസ്രായേൽ ജനം നിലവിളിക്കുകയാണ്. ആ ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലമൊഴുക്കി അക്കരെ കടത്തിയ ഒരു ദൈവത്തെ കുറിച്ച് നമ്മൾ പരിചയമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ പേരാണ് സർവശക്തനായ ദൈവം. അസാധ്യമായ കാര്യം ചെയ്തെടുക്കാൻ കഴിയും. അവനെ സ്വന്തം മലകൾ അവന്റെ വാക്കുകൾക്ക് മുമ്പാകെ മുട്ടാടുകളെ പോലെ ഉറക്കും. അവൻ മാനപ്പേടകൾ പ്രസവിച്ചു പോകും. വനത്തിന്റെ തോല് അവന്റെ വാക്കിലേക്ക് ഒഴിഞ്ഞു പോകും. ആമേശ്വര മനുഷ്യർക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അപ്പോ അന്യ ദൈവങ്ങളെ സേവിച്ച മാത്രമല്ല, ദൈവത്തിന്റെ നാലാമത്തെ പ്രത്യേകത ഒരു മനുഷ്യന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുത്തനല്ല ദൈവം. ഒരു മനുഷ്യന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുത്തനല്ല ദൈവം. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരുന്നു എങ്കിൽ നീയാണ് അതിന്റെ യജമാനൻ.
നിന്റെ വീട്ടിലേക്ക് തനിയെ ഒരു ദൈവം കയറി വരികയാണെന്ന് ആമേ ആരാധിച്ചോ. ആമേ സ്തോത്രം. ഞാനൊരു കത്തോലിക്ക പാരമ്പര്യത്തിലുള്ളതായിരുന്നു. എന്റെ വീട്ടിൽ ഡസൻ കണക്കിന് ആളുകളുണ്ടായിരുന്നു, പുണ്യവാളന്മാരും. ആമേ സ്തോത്രം. പല ആളുകൾ, പല രൂപത്തിലുള്ളത്, വലിപ്പത്തിലുള്ളത്, ചെറുത് വലുത്, ഫോട്ടോയായിട്ടുള്ളത്, രൂപമായിട്ടുള്ളത് എല്ലാം ഉണ്ടായിരുന്നു. വീട്ടിനകത്ത് അസമാധാനം മാറിയിട്ട് നേരമില്ല. ആമേ സ്തോത്രം. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലും ആമേ സ്തോത്രം ആ പ്രദേശത്തും ആമേ ഒരു വീടിന്റെ പൊടി പോലും കാണുന്നില്ല. ആ വീട്ടിലെല്ലാം ദൈവം ഉണ്ടായിരുന്നത്. അവരെ ആരാധിച്ചുകൊണ്ടിരുന്ന നിത്യം അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും പ്രാർത്ഥിച്ചു പോയിരുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നു. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ദൈവത്തെ വെള്ളപ്പൊക്കം കവർന്നു കളയുമോ? ദൈവത്തെ ചെളി മൂടുമോ? ദൈവത്തെ പാറ കൊണ്ട് തകർക്കാൻ പറ്റുമോ? ഇതാണോ ദൈവം? ദൈവം ഏതാണെന്ന് തിരിച്ചറിയണം. ആമേ. അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥന, സ്വർഗമവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ആമേ. ഭൂമിക്കും സ്വർഗത്തിനും വഹിക്കാൻ പറ്റാത്തൊരുത്ത ഹൃദയത്തിന്റെ ഭാരത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ ഭാരം അറിഞ്ഞ് നമ്മളെ കടന്നു ആശ്വസിപ്പിക്കും. ചില ദൈവങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആമേ കള്ളോ കദളിപ്പഴമോ ആമേ സ്തോത്രം മലരോ അവലോ ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ വീട്ടുകാരെ കിടത്തി പൊറപ്പിക്കത്തില്ല. ആമേ. അതിന്റെ ആവശ്യം നടക്കണം. വീട്ടിൽ പട്ടിണിയായിരിക്കാം, പരിവട്ടമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ആ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത വ്യക്തിത്വം, രോഗിയായിരിക്കാം. അതൊന്നും ഇവന്റെ മുമ്പിലെ പ്രശ്നമല്ല. ഇവന് കൊടുക്കേണ്ടത് എന്തേക്കണം? കൊടുത്തേക്കണം. കൊടുത്തില്ലെങ്കിൽ വീട്ടുകാരൻ എന്ത് ചെയ്യും? മുണ്ടിപ്പിക്കും. ഇത് ദൈവമാണോ? ഇത് ദൈവമാണോ? വലിയ മക്കളെ, നമ്മുടെ അവസ്ഥകൾ അറിയണം. നമ്മുടെ നിലവാരം അറിഞ്ഞ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ, മാനസിക പ്രയാസമുണ്ടോ, നിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ കരുതുന്ന ഒരുക്കുന്ന പേരാണ് സ്വർഗത്തിലെ ദൈവം. ഒരു മനുഷ്യന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരാളല്ല ആര്? സ്വയംഭൂവായിരിക്കുന്നു. സ്വയംഭൂവായിരിക്കുന്ന ദൈവം. കണികാ സിദ്ധാന്തക്ക, പരിണാമ സിദ്ധാന്തക്ക ഇല്ലേ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് നമ്മൾ കഴിഞ്ഞ നാളുകൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആമേശ്വരം അത് എഴുതിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ആമേശ്വരം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പരിണമിച്ച് മുതുകുരങ്ങനിൽ നിന്ന് ഇളയ കുരങ്ങന്മാരായി മാറി, പിന്നെ വാല് നഷ്ടപ്പെട്ട് നീ പരുവത്തിലായെന്ന് പറയുന്നത്. പക്ഷെ കുരങ്ങന്റെ ബ്ലഡ് മനുഷ്യന്റെ ശരീരത്തിൽ സൂട്ടാകുന്നില്ല. അതാണ് കണികാ സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം തകർത്ത് കളഞ്ഞത്. ആമേ. പരിണമിച്ചെങ്കില് പിന്നെ കുരങ്ങുകൾ ഉണ്ടല്ലോ. ആ കുരങ്ങിന്റെ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ സൂട്ടാണ്ട്. ആമേ സ്തോത്രം. പരിണമിക്കാത്ത കുരങ്ങും പരിണമിച്ച മനുഷ്യനുമുണ്ട്. ഒന്നിൽ നിന്നല്ലേ പരിണമിച്ചത്. അങ്ങനെയെങ്കിൽ ആമേ ബ്ലഡ് ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് കറക്റ്റായി വന്നില്ല. സിദ്ധാന്തം അവിടെ വെച്ച് തകരുകയാണ്. ആമേ കൂട്ടിയിടി നിമിത്തം, ആമേ കണികാ സിദ്ധാന്തം കൂട്ടിയിടി നിമിത്തം ഭൂമി ഉണ്ടാക്കാം കറക്റ്റായിട്ട് ഷേപ്പില്. ആമേ സ്തോത്രം. പൊട്ടിത്തെറി നിമിത്തം ഉണ്ടായതെന്നാ പറയുന്നത്. ആമേ പൊട്ടത്തരം പറഞ്ഞു പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആമേ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ആമേ. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവര് മൂഢന്മാരായി പോയി. ആമേ സ്തോത്രം. അക്ഷയനായ ആമേ ദൈവത്തിന്റെ ആമേ സ്തോത്രം ആമേ രൂപത്തെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, പക്ഷി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അക്ഷയനായ ദൈവത്തെ, ക്ഷയിച്ചു പോകാത്ത ദൈവത്തെ അവരെന്ത് ചെയ്തു? ആമേ സ്തോത്രം. ആമേ പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ ദൃഷ്ടബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. ശാപം. അന്യ ദൈവങ്ങളെ സേവിച്ചാൽ ശാപം വരും. ആമേ സ്തോത്രം. വായിക്കാം 27-ാം അധ്യായം ആവർത്തന പുസ്തകം. ആമേ സ്തോത്രം. അതിന്റെ ആമേ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. 13 മുതൽ. ശപിപ്പാൻ ഏബാൽ പർവ്വതത്തിൽ നിൽക്കയിൽ നിന്നവരോ രൂബേൻ, ഗാദ്, ആശേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി. 6 ഗോത്രങ്ങളെ. എന്നാൽ 12-ാം വാക്യം വായിച്ച 12-ാം വാക്യം. അനുഗ്രഹിപ്പാൻ ഒരു 6 ഗോത്രത്തെ ദൈവം വേർതിരിക്കുകയാണ്.
ആമേൻ. ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, യോസഫ്, ബെന്യാമീൻ. ശപിപ്പാൻ വേണ്ടി ഒരു 6 ഗോത്രത്തെ വേർതിരിക്കുകയാണ്. ആമേൻ. രൂബേൻ, ഗാദ്, ആശേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി. ഇവർ ശപിക്കണം, മറ്റവർ അനുഗ്രഹിക്കണം. രണ്ടിനെ സ്വർഗത്തിലെ ദൈവം ആക്കി വെക്കുകയാണ്. എങ്ങനെയുള്ള ശാപങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്? താഴേക്ക് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ജനമെല്ലാം ആമേൻ പറയണം. ആമേൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ആമേൻ. അങ്ങനെ തന്നെ 10 പേര് ഇരിക്കുന്ന കൂട്ടത്തിൽ 9 പേര് മൗനമായിരിക്കുമ്പോ ഒരാള് പ്രാർത്ഥിച്ചിട്ട് 9 പേര് ആമേൻ പറഞ്ഞാൽ 10 പേര് പ്രാർത്ഥിച്ചതിന് തുല്യമാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ശാപം? 14-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ചു. അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലികളും ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാണ്? അടുത്തത്, ശില്പിയുടെ കൈപ്പണിയായ യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഒന്നുകൂടി വായിച്ചേ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. ശില്പിയുടെ കൈപ്പണിയായ യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. നിന്നെ ബുദ്ധിയും വിവേകവും ജ്ഞാനവും ശ്രേഷ്ഠതയും ഊനവും ഇല്ലാത്തതായി സൃഷ്ടിച്ച ദൈവത്തെ നീ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ നിനക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ചിലതിനെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങിയ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ശപിക്കപ്പെട്ടവനാ. ഒരിക്കല് മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. ദൈവത്തിന്റെ പർവ്വതമാകുന്ന പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ദൈവം ഒന്ന് 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്ന പ്രമാണം അവന്റെ കരത്തിൽ കൊടുത്തു. അവനോട് പറഞ്ഞു, ജനം വഷളത്വം പ്രവർത്തിക്കുന്നു. അവൻ താഴെ വന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മിസ്രയീമിൽ നിന്ന് നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്തുണ്ടാക്കി? കാളക്കുട്ടി ഉണ്ടാക്കി. ജീവനുള്ള ദൈവം നടത്തിക്കൊണ്ടുവന്ന ജനം ജീവനുള്ള ദൈവത്തിന് പകരം പച്ച പുല്ല് തിന്നുന്ന കാളക്ക് സദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. അന്ന് മോശ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നു. ഉണ്ടാക്കിയെടുത്ത ആ കാളക്കുട്ടിയെ തകർത്ത് അതിനെ അരച്ച് കലക്കി ഇവരെ കൊണ്ട് ചെയ്തു ഉടുപ്പിച്ചു. ഇത് ചെയ്തേക്കരുത്. അവനെ സ്തോത്രം. കാള എങ്ങനെ ദൈവമാകും പ്രിയമക്കൾ? പശു എങ്ങനെ ദൈവമാകും? പാമ്പ് എങ്ങനെ ദൈവമാകും? മുതലയെ ആരാധിക്കുന്ന സ്ഥലം, ചിലന്തി ആരാധിക്കുന്ന സ്ഥലം. അമ്മയെ സ്വന്തം ആരാധിക്കാൻ എന്തുട്ടാ വേണ്ടത്? എല്ലാത്തിനെയും ആരാധിക്കും. കണ്ണി കാണുന്നതും കയ്യിൽ കിട്ടുന്നതും സകലതയെ ആരാധിക്കും. അമ്മേ സ്വോത്രം. അമ്മേ, ഞാനൊരു കത്തോലിക്ക പാരമ്പര്യത്തിലുള്ള പുണ്യവാളന്മാരുടെ എണ്ണം ബേക്കറിയിൽ ചുട്ടെടുക്കുന്ന അപ്പം പോലെയാ. 100 എണ്ണത്തിന് വാഴ്ത്തിയെടുക്കുകയാ, 150 എണ്ണത്തിന് വാഴ്ത്തിയെടുക്കുകയാ. അമ്മ, ഇതെങ്ങനെയാ പുതിയ മക്കളെ ദൈവമാകുന്നത്? അമ്മേ, ദൈവമാകാം. ഇത് വായിക്കുന്നത് ഇതോ ഒരു ശാപത്തെ കുറിച്ച്. അടുത്ത ശാപം, അടുത്തത് അപ്പനോട് അമ്മയോടൊക്കെ സൂക്ഷിച്ച് സംസാരിച്ചേക്കണം. ന്യായപ്രമാണ നിമിത്തം ശാപമാണ്. പഴയ നിയമത്തില് ഒരു ഷടനോ മത്സരിയോ അനുസരണക്കേടോ ഒരു കുഞ്ഞുണ്ടെങ്കിൽ, ഒരു മകനുണ്ടെങ്കിൽ, അവനെ അവന്റെ അപ്പനും അമ്മയും ചേർന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം, മൂപ്പന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇവൻ ചെയ്ത കുറ്റം ആ പുരോഹിതനും മൂപ്പനും തെളിവായി കണ്ട അമേശ്വരം ഇവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് സകല ജനവും കണ്ട് കല്ലെറിഞ്ഞ് കൊന്നുകളയണം. ഇതായിരുന്നു പഴയ നിയമ ന്യായപ്രമാണം. അവരെന്ത് ചെയ്തേക്കണം? കല്ലെറിഞ്ഞ്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള നിയമം ഇന്നുണ്ടെങ്കിലോ എത്ര എണ്ണം ഉണ്ടാകും ഇതിനകത്ത്?
അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പിള്ളേരെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ബുദ്ധിയും ജ്ഞാനവും വിവേകവും എല്ലാം കൊടുത്ത് നല്ല ജോലിയൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ അപ്പന് ഗ്ലാമർ ഇല്ല, അമ്മക്ക് ഗ്ലാമർ ഇല്ല. അപ്പന് മക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ക്വാളിറ്റി, മക്കളുടെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ക്വാളിറ്റി. ആമേൻ. ഫിഷർമാന്റെ കോട്ടയില് പഠിച്ചു വളർന്നൊരു മകള്. അപ്പൻ ഫിഷർമാന്റെ കോട്ടയിൽ പഠിച്ചു വളർന്നൊരു മകള് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തി. അപ്പോ തന്റെ മകളെ കാണാൻ അപ്പൻ കോളേജിൽ ചെന്നപ്പോ അപ്പൻ കറുത്തതാ, മോളത്തിന് വെളുത്തതാ. അപ്പന് ഗ്ലാമർ ഇല്ല, മുണ്ടുടുക്കുന്ന അപ്പനാ. അമ്മ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് മകളോട് എന്തോ സംസാരിക്കുന്നത് കൂട്ടുകാർ കണ്ടപ്പോ ചോദിച്ചു, ആരാ? അപ്പൊ അപ്പൻ പതിയെ അല്പം ഇങ്ങനെ നടന്നു. അടുത്ത വീട്ടിലെ ചേട്ടനാ. അപ്പൻ എന്ന് പറയാൻ നാണമാ. വിദ്യാഭ്യാസവും തികവും ആരോഗ്യവും ഗ്ലാമറൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് അമേശ്വരം മത്സ്യത്തിന്റെ മണമുള്ള ആത്മാന ഫലം കൊണ്ട് പഠിച്ചത്. അപ്പൻ എന്ന് പറയാൻ ചമ്മല. ഇന്നത്തെ ജനറേഷനൊക്കെ സമ്മതിക്കണം അല്ലേ? ഈ പാരന്റ്സ് മീറ്റിങ്ങിന് ഓപ്പൺ ഡേക്കൊക്കെ പിള്ളേർ സ്കൂളിലേക്ക് വരുമ്പോ അമ്മമാരോടൊക്കെ പ്രത്യേകം പറയും, നല്ല ഡ്രസ്സ് കൊടുത്തിട്ട് വേണം വരാൻ. എന്റെ സ്കൂളിലേക്ക് എന്റെ കോളേജിലേക്ക് വരും, നാണം കെടുത്തേക്ക്. പിള്ളേർക്ക് നാണം. അപ്പൻ എന്ന് പറയാൻ അമ്മ എന്ന് പറയുന്ന ഒന്നും ഉണ്ടല്ലോ, ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ അപ്പനെന്നും അമ്മയെന്നും പറയാനുള്ള ഒരാളുണ്ടല്ലോ, ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഓർക്കണം, വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന അമ്മയോട് അപ്പനോടുള്ള കടപ്പാട്. അമേശ്വരൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചു, നന്മ പ്രാപിക്കാൻ എളുപ്പ വഴി, ഒരു ഫോർമുല, ഒരു സൂത്രവാക്യം വരാം. ഏതാ? അമ്മനെ അപ്പനെ ചെയ്താൽ മതി, ബഹുമാനിച്ചാൽ മതി. നീ ചെല്ലുന്ന വഴികളെല്ലാം ഓപ്പണാ. നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് 10 ദിവസം കാത്തിരിക്കേണ്ടി വരത്തില്ല. ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡോറിൽ നീ കൊട്ടേണ്ടി വരത്തില്ല. പരിശുദ്ധാത്മാവ് നിനക്ക് മുമ്പാകെ നല്ല വഴികളെ തുറന്നിട്ട് തരും. എന്ത് ചെയ്താൽ മതി? അപ്പനോട് അമ്മയോട് കോപിക്കരുത്, അവരെ നിന്ദിക്കരുത്. അവർക്ക് നിന്നെ കൊണ്ട് പ്രാപ്തിയോടെ നടത്താനുള്ള ആരോഗ്യവും നന്മയും തരുന്ന സമയത്ത് അവരെ നീ പരിപാലിക്കണം, ആദരിക്കണം. ഒരു നേരത്തെ ആഹാരം അവർ കഴിക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീര പാത്രത്തിൽ വീഴാൻ നീ അനുവദിക്കരുത്. അത് സൂക്ഷിക്കണം, കരുതണം. നിന്നെ വളർത്തിയ നിന്റെ അമ്മയാ, നിനക്ക് മുലപ്പാല് തന്ന് നിന്നെ ക്ഷേമത്തോടെ നടത്തിയ നിന്റെ അമ്മയാ. അവരെ കരുതണം. നിന്നെ വളർത്തിയ അച്ഛനാ, നിന്നെ വളർത്തിയ അപ്പനാ. വിദ്യാഭ്യാസം തന്നില്ലേ? തിരിച്ചറിവായപ്പോഴല്ലേ അപ്പന്റെ അമ്മയുടെ കുറവുകൾ മനസ്സിലാക്കുന്നത്? കുറവുകൾ മനസ്സിലാക്കുന്ന കഴിവോളം ആഹാരം തന്നില്ലേ? കുഞ്ഞുങ്ങൾ കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കഴിപ്പിക്കുന്നത്? പിന്നെ അമേശ്വര പാത്രത്തിൽ ഒരു കയ്യില് പാത്രത്തിൽ ആഹാരം, മറ്റൊരു തോളത്ത് കൊച്ച്. അമേശ്വരം ഇതിനെ കൊണ്ട് നടക്കുകയാ. ആൾക്കാർ ചോദിക്കും, എന്താ പറയട്ടെ, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നടത്തി വീടായ വീടും നാടായ നാടും പറമ്പായ പറമ്പും കാക്കനെയും പട്ടിനെയും പൂച്ചനെയും എല്ലാം കാണിച്ച് തീറ്റിച്ച് വളർത്തി വലുതാക്കി എടുത്തപ്പോ അപ്പൻ കൊള്ളത്തില്ല, അമ്മ ശരിയല്ല, അമ്മക്ക് ഗ്ലാമറില്ല, അപ്പന് വിദ്യാഭ്യാസമില്ല. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മേ സോദരം ഭയപ്പെടണം. ഇവിടെ വരുന്നു അമേശ്വര, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം എന്ത് ചെയ്തു? ആമേൻ എന്ന് പറയണം. അടുത്തത് ഈ ഒരു പരിപാടി ചില ആളുകൾ പണ്ടൊക്കെ, ഇപ്പൊ മതലാണ്. മതന് കയ്യിൽ പൈസ ഇല്ല, വീട് പണിതില്ലെങ്കിൽ എന്ത് ചെയ്യും? കോമ്പൗണ്ട് കിട്ടി അവിടെ കിടക്കട്ടെ. ആമേൻ. എന്താ അങ്ങനെ ചെയ്യുന്നത്? അതിരി മാറ്റും. അതിരി മാറ്റുന്നവരുണ്ട്, ശാപം വരും.
കേട്ടോ കുഞ്ഞുമക്കളെ? എടാ, നിനക്ക് കിട്ടിയിരിക്കുന്ന 10 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്, അത് നീ അനുഭവിച്ചോ. അപ്പുറത്തെ പണ്ടത്തെ ആളുകൾ വേലി കെട്ടുന്ന സമയത്ത് അല്ലേ, വേലിയായിരുന്നു. അപ്പൊ വേലി കെട്ടുന്ന സമയത്ത് പത്തലും നീയും ചിലരുടെ വേലി തിങ്ങി നിൽക്കും. അപ്പൊ എന്നിട്ട് ഈ വേലിയുടെ ഈ കൊമ്പ് നിൽക്കുന്ന അറ്റത്തായിരിക്കും അടുത്ത കുറ്റി വെക്കണം. ദൈവജനം അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിനക്കുള്ളതിനെ പിടിച്ചാൽ നിനക്കുള്ളതിനെ പിടിക്കണം. മറ്റൊരുത്തിന്റെ അതിനെ നീ എന്ത് ചെയ്യരുത്, മാന്തരുത്. ഒരു കുറ്റി കയറ്റിയിടാൻ അനുവദിക്കരുത്. അമ്മ ഒരു ചരട് നീങ്ങാൻ അനുവദിക്കരുത്. സർവേ ഉണ്ടെങ്കിൽ അതിന്റെ സെന്ററിലോ ഒരു പരിധി വരെ 2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയോ നീ ചെയ്യുക കേട്ടോ. അതിന് മാന്തരുത്. എന്തു സംഭവിക്കും? ശാപം വരും. കൂട്ടുകാരന്റെ അത് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമല്ല, കൂട്ടുകാരന്റെ അതിനെന്ത് ചെയ്യരുത്, നീക്കരുത്. കൂട്ടുകാരന്റെ അതിനെ ഞാൻ നിൽക്കാറില്ല പക്ഷെ എന്റെ സഹോദരന്റെ സ്ഥലമാക്കണം, എന്റെ സഹോദരിയുടെ സ്ഥലമാക്കണം. അപ്പൊ അത് കുറച്ച് പിടിക്കാൻ പാടില്ല. നിനക്കുള്ളത് മാത്രമേ പിടിക്കാവൂ. അതിന് നീക്കരുത് കേട്ടോ. അതിലൊക്കെ നീക്കിയിട്ടും വന്നിരുന്നാണ് ഇവിടെ കയ്യിൽ ആരാധിക്കുന്നത്. ഇത് നിങ്ങളുടെ കാര്യമല്ല, അതിന് നീക്കുന്നവന്റെ കാര്യമാണ് പറയുന്നത്. അതിന് നീ നീക്കരുത്. ആമേൻ, സ്തോത്രം. അതിന് നീക്കിയ എന്തുവരും? പെട്ടെന്നൊന്നും വരത്തില്ല. കുറച്ചു നാളുകൾ കഴിയുമ്പോ നമ്മുടെ മക്കളൊക്കെ സമ്പാദിച്ച്, നമ്മുടെ മക്കളൊക്കെ സ്ഥലമെടുത്ത് അങ്ങനെ തുടങ്ങുന്ന സമയത്ത് വേറൊരുത്തൻ അതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വരും. ഇതെന്റെ സ്ഥലമാണ്. കോടതി കയറേണ്ടി വരും. ആമേൻ, സ്തോത്രം. എന്തിനാ പഠിക്കുന്നത്? ആമേൻ, നമുക്കുള്ളത് ദൈവം നമുക്ക് തരും. നമ്മുടെ ആവശ്യത്തിനുള്ളത് ദൈവം തരും. നിന്റെ നന്മ വേറൊരുത്തിന് കൊടുക്കത്തുമില്ല. ആമേൻ, സ്തോത്രം. വേറൊരുത്തിന്റെ നന്മ നിനക്ക് തരത്തുമില്ല. നിനക്കുള്ളത് ദൈവം നിനക്ക് തരും. അതിനെ പിടിച്ചെടുക്കാൻ ആത്മാവിൽ ഒരുക്കപ്പെടണം. അടുത്തത്, ചില ആളുകളൊക്കെ ഇല്ലേ, ആമേശ്വരം, ഈ ഭിക്ഷക്കാരൻ, ഈ കണ്ണു കാണാത്തവൻ ഇങ്ങനെ ഇരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനകത്ത് വല്ല പൈസ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകളുണ്ട്. കുരുടനെ വഴി തെറ്റിക്കുന്നവൻ അവൻ പോകുന്ന കുഴിയിൽ കൊണ്ട് അവനെന്ത് ചെയ്യും? ചാടി അവന്റെ കയ്യിൽ കിടന്നും പറിച്ചിട്ട് പോകും. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഭയങ്കര ശാപം വരുത്തുന്നതാ. സ്തോത്രം. ഒരു കാഴ്ച പരിമിതിയുള്ള, കേൾവിക്ക് പരിമിതിയുള്ള, സംസാരത്തിന് പരിമിതിയുള്ള അവരോടൊന്നും ദോഷം ചെയ്യരുത്. സാധുപീഠ ദൈവം ക്ഷമിക്കത്തില്ല. സാധുപീഠയിൽ ശാപം വരും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, ഒരു കൃഷിക്കാരൻ, പാവപ്പെട്ട ഒരു കൃഷിക്കാരന്റെ ആകെ കൂടിയുള്ള ഒരു സമ്പത്തായിരുന്ന ഒരു പോത്ത്. രാവിലെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി പോകും. 2 കുഞ്ഞുങ്ങളുള്ള സ്കൂളിലേക്ക് പോകും. ഈ പോത്തിനെ കൊണ്ടുപോയി പുല്ലുള്ള സ്ഥലത്ത് കെട്ടിയിട്ട് മനുഷ്യൻ പോകും. വൈകിട്ട് വരുമ്പോ ആ പോത്തിനെ അഴിച്ച് തന്റെ പുരയിടത്തിന്റെ അടുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടും. ഒരു ദിവസം ഭാര്യയും ഭർത്താവും പോയി, കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി, പോത്തിനെ അഴിച്ചു കെട്ടിപ്പോയി. തിരിച്ചു വരുമ്പോ പോത്തിനെ കാണുന്നില്ല. അടുത്ത വീട്ടിലെ സമ്പന്നനായ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പോത്ത് മലച്ചവിടെ കിടക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് കുഴിച്ചില്ല. താൻ കെട്ടിയിട്ട പോത്ത് കുറച്ചു സമയം കഴിഞ്ഞപ്പോ കെട്ടഴിഞ്ഞു പോയി. അടുത്ത വീട്ടുകാരന്റെ പറമ്പിൽ കയറി അവന് നട്ടിരുന്ന എന്തൊക്കെയോ തിന്നു. ഈ മനുഷ്യൻ കോപാകുലനായി വീട്ടിനകത്തേക്ക് കയറി തന്റെ വീട്ടിലുള്ള ഒരു ചിറ്റിക, ഒരു ആമർ എടുത്തുകൊണ്ട് വന്ന ആ പോത്തിന്റെ തലയ്ക്കടിച്ച് ആ പോത്ത് അവിടെ പിടഞ്ഞു വീണ് ചത്തു. തന്റെ കുഞ്ഞുങ്ങളെ 2 പേര് സ്കൂളിൽ നിന്ന് വന്നപ്പോ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാ കണ്ടത്. 4 പേരും കൂടി ചേർന്ന് വീട്ടിൽ നിന്ന് ചില വടമോ റോപ്പോ ഒക്കെ കൊണ്ടുപോയി പോത്തിനെ കെട്ടി വലിച്ച് തന്റെ അതിരിൽ കൊണ്ടുവന്ന കുഴിയെടുത്ത് ആ കുഴിക്കകത്തിട്ട് മൂടി. അന്ന് ആ കർഷകന്റെ കണ്ണുനീര് ആ കുഴിമേൽ വീണു, ആ പോത്തിന്മേൽ വീണു. ആകെ കൂടി ഉണ്ടായ സമ്പാദ്യമായി. ധനവാനായിരിക്കുന്ന മനുഷ്യന്റെ മക്കള് 2 പേരും കല്യാണം കഴിച്ചു. മൂത്ത മകന്റെ ഭാര്യ പ്രഗ്നന്റായി. സ്തോത്രം. കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ കാലുകൾ കുളമ്പ് പോലെ പിളർന്നിരിക്കുന്ന കാലുകൾ. കാൽപ്പത്തിയില്ല, കാൽപ്പത്തിക്ക് പകരം കുളമ്പ്.
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കണമേ. സാധുവിയുടെ ദൈവം ക്ഷമിക്കത്തില്ല. സാധുക്കളോട്, ദരിദ്രന്മാരോട് സ്വന്തം ദോഷം പ്രവർത്തിച്ചാൽ ദൈവം വിടത്തില്ല. ആമേൻ. ദരിദ്രന്മാരോട്, സാധുക്കളോടൊക്കെ ദൈവത്തിന് പ്രത്യേകമായ ഒരു ഇഷ്ടമുണ്ട്. അത് നിങ്ങൾക്കറിയോ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാനാണ് യേശു വന്നത്. ആമേൻ. വളരെ ശ്രദ്ധിക്കണം. അവരൊന്നും ഉപദ്രവിക്കരുത്. പരദേശികളെ, പ്രവാസികളെ ചേർക്കണം. അവരെ പറ്റിക്കരുത്, ചതിക്കരുത്. നമ്മുടെ നാട്ടിൽ വന്ന് നോർത്തിൽ നിന്നൊക്കെ വന്ന് പല ആളുകൾ നല്ലവരുണ്ട്, ചീത്ത ആളുകളുണ്ട്. നല്ല ആളുകൾ നല്ലതാണെന്ന് തോന്നി അവർ ഉപദ്രവിക്കരുത്. എല്ലാവരും ഒരേപോലെ കാണരുത്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടുകാരൊക്കെയും വിദേശ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി അധ്വാനിക്കുന്നുണ്ട്. ആമേശ്വരം. ഇന്നലെ ജർമ്മനിയില് ഒരു പയ്യൻ ഒത്തുകൊണ്ട് മരിച്ചിട്ടുണ്ട്, ബെർലിനിൽ. ആമേശ്വരം. അവ പരദേശികളോടും പ്രവാസികളോടും ദയ കാണിക്കണം. നമ്മൾ അങ്ങനെ കാണിക്കുമ്പോഴേ നമ്മുടെ രാജ്യക്കാരോട് മറ്റുള്ളവരും കാണിക്കത്തുള്ളൂ. നമ്മൾ ദോഷം കാണിച്ചാൽ നമ്മുടെ തലമുറകളോട് ദോഷം കാണിക്കും. ആമേൻ. അപ്പോ ആമേശ്വരം മൂത്ത മകന്റെ കുഞ്ഞ് കാലിൽ കുളമ്പായി ജനിച്ചപ്പോൾ രണ്ടാമത്തെ മകന്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവിച്ചു. കൈകൾ ആമേശ്വരം 10 വിരലുകൾക്ക് പകരം 2 കുളമ്പുള്ള കുഞ്ഞ് കൈപ്പത്തി കുളമ്പായി ജനിച്ചു. ഇതിന്റെ ഉറവിടം അന്വേഷിച്ചു, എന്താണ് കാരണം? അപ്പോൾ അപ്പൻ മരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കാരണമുണ്ട് മക്കളെ. അപ്പന്റെ അറിവില്ലായ്മ, അപ്പന്റെ കുറവ്, അപ്പന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് പാർക്കുന്ന ദരിദ്രനായ മനുഷ്യന്റെ ഒരു പോത്തിനെ അപ്പൻ നിഷ്കരണം തല്ലിക്കൊന്നിട്ടുണ്ട്. ഒരു പോത്തിനെ കൊന്നത് കൊണ്ടല്ല പ്രിയ മക്കളെ, അവന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ആകെ കൂടി ഉണ്ടായ സമ്പാദ്യമാണ്, മക്കളെ പോലെ വളർത്തിയതാ. അതിനെ തകർത്തു കളഞ്ഞു. അവന്റെ കണ്ണുനീര് അന്ന് അവിടെ വീണു. കാണാത്തൊരു ദൈവമല്ല. അടുത്ത വാക്യം ഇതാ പറഞ്ഞത്. പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പരദേശിയുടെയും ആമേശ്വരം അനാഥന്റെ വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അടുത്തത്, അപ്പന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ, അപ്പന്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അടുത്തത്, വല്ല മൃഗത്തോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അടുത്തത്, അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അടുത്തത്, അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അടുത്തത്, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ. അങ്ങനെ ശാപത്തിന്റെ പട്ടിക നീളുകയാണ്. ശാപം, ശാപം, ശാപം. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇത് സമയം തീരുന്നതുകൊണ്ട് 28-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അടുത്ത അധ്യായം ആവർത്തന പുസ്തകം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും ശക്തങ്ങളും പ്രമാണിച്ച് നടക്കാൻ ഞാൻ വന്നു ഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. ഏകദേശം 69 വാക്യങ്ങളുണ്ട്. പിന്നെ ആമേശ്വരം 69 വാക്യം വരെ ശാപമാണ്, 15 വാക്യം വരെ അനുഗ്രഹമാണ്. ആമേശ്വരം ഒരു കാര്യം, ആത്മീയന്റെ ഇടയിൽ വന്നു വീഴുന്ന ഒരു ശാപത്തെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആത്മീയന്റെ ഇടയിൽ വന്നു വീഴാൻ സാധ്യതയുള്ള ഒരു ശാപം 47-ാം വാക്യം ഒന്ന് വായിച്ചേ. 47-ാം വാക്യം, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട്
ഒന്ന് ശ്രദ്ധിച്ചോളണം. ആ വാക്യം ഒന്നും കൂടി എടുത്ത്. സകല വസ്തുക്കളുടെയും സമൃദ്ധി, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന, വീടില്ല, സ്ഥലമില്ല, നിലമില്ല, ഇരിക്കാൻ ഒരു കസേരയില്ല, വസ്തുക്കളില്ല, ഒന്നുമില്ല. ആ സമയത്ത് ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തിൽ നിന്ന് പല നന്മകളും ചോദിച്ചു വാങ്ങിച്ച് ഇന്ന് എല്ലാവിധ സമൃദ്ധിയുമുണ്ട്, ഇന്ന് എല്ലാവിധ നന്മയുമുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല. ക്ഷീണം, അസ്വസ്ഥതയാണ്. ഒരു ദിവസമല്ലേ പാസ്റ്റർ ലീവ് കിട്ടുന്നത്, അന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകണം. ക്ഷീണം, മടുപ്പ. ഇതെന്തായിത്തീർന്നു? എല്ലാം ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. എല്ലാം ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. ഒന്നിന് പുറകെ ഒന്നൊന്നായി വരാൻ തുടങ്ങി. ഒരിക്കല് അമേശ്വരം ഒരു നിവർത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഒരമ്മാമക്ക് ഒരാടിനെ മേടിച്ചു കൊടുത്തു. ആട് ആമേശ്വരം പ്രസവിക്കാൻ സമയമായി. ആട് പറ്റു. ആമേശ്വരം കുഞ്ഞുങ്ങളാണ്. ആടുകൾ വിരികി. ഇപ്പൊ ആട് നിമിത്തം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആരാധനക്ക് വരാൻ പറ്റുന്നില്ല. കുഞ്ഞില്ലാതിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. കുഞ്ഞുങ്ങളെ കൊടുത്തു. കുഞ്ഞുങ്ങളെ ഏകദേശം വളർന്നു. ഇപ്പൊ കുഞ്ഞു നിമിത്തം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു. ഇപ്പൊ വീട് നിമിത്തം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുമില്ലാത്തവർക്ക് എല്ലാം കൊടുത്തു. വചനം വായിക്കണം. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നമുക്കറിയാൻ പറ്റത്തില്ല. എന്താണ് എന്റെ ജീവിതത്തിൽ വന്നു വീണിരിക്കുന്ന പ്രശ്നം? എടാ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ദൈവത്തെ നീ മാറ്റിവെച്ചു. നിനക്ക് എന്താ ഉണ്ടായിരുന്നത്? ഇന്ന് നിനക്ക് എന്താ ഉള്ളത്? നിന്റെ ആത്മീക ജീവിതം എങ്ങനെയാ? ഒന്നുമില്ലാത്ത സമയത്ത് നിന്റെ ആത്മീക ജീവിതം എങ്ങനെയാ? നിന്റെ പ്രാർത്ഥന എങ്ങനെയാ? നിന്റെ ആരാധന എങ്ങനെയാ? നിന്റെ ഉപവാസം എങ്ങനെയാ? എല്ലാം ഉള്ള സമയത്ത് എങ്ങനെയാ? തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഒന്ന് തിരിഞ്ഞു നോക്കാമോ? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോട് നല്ല ഹൃദയ സന്തോഷത്തോടു കൂടെ സേവിക്കായതുകൊണ്ട് സംഭവിക്കുന്നത്, യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും കൂടെ എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. എല്ലാം ഞെരുക്കത്തോടും കൂടെ സേവിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തും. പെട്ടെന്ന് സാമ്പത്തിക ഭദ്രത ബ്ലോക്കാണ്. പണിയെടുക്കുന്നുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്നുണ്ട്. എല്ലാ മേഖലകളും ബ്ലോക്കാണ്. എല്ലാ മണ്ഡലങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൃദ്ധിയില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. അതൊരു പ്രൗഢമനഗണകര രഹസ്യം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് ദൈവത്തിന്റെ ആത്മാവ് അവസാനിക്കുന്നത് എല്ലാ ഞെരുക്കത്തോടും കൂടെ നീ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പൊന്നും കമ്പെടുക്കും. ഇതിന് 41 മുതലുള്ള വാക്യം വായിച്ചേ വേഗത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുന്നു. നിങ്ങൾ പല മകളെയൊക്കെ വളർത്തി എടുത്തു കഴിയുമ്പോൾ വീട്ടുകാർക്ക് ഗുണപ്പെടത്തില്ല. എത്രയോ മാതാപിതാക്കളാ. ഒന്നും പറയണ്ട ബ്രദറെ, ഒന്നും പറയേണ്ട സഹോദര. ആമേ, സ്വന്തം വീട്ടിന് ഒരു ഗുണമില്ല. ആമേ, സ്വന്തം വീട്ടിന് ഒരു ഗുണമില്ല. മറ്റുള്ളവർക്ക് പരോപകാരിയാണ്. ആമേ, സോദരം. വീട്ടിൽ 10ന്റെ പൈസ തരത്തില്ല. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. ഒരു ഗുണവുമില്ല, ആർക്കും ഒരു ഗുണവുമില്ല. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുമെങ്കിലും അവർ നിനക്ക് ഇരിക്കയില്ല. അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അടുത്തത്, നിന്റെ വൃക്ഷങ്ങളും നിന്റെ ബിസിനസ്, നിന്റെ തൊഴില്, ഇതൊന്നും നിലനിൽക്കത്തില്ല. ഈ ഫലങ്ങളെല്ലാം പുഴു തിന്നു കളയും. അടുത്തത്, നീയോ താണുപോ. നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നു വരും. നീയോ താണുപോ. അടുത്തത്, തമിഴന്മാര് വട്ടിപ്പലിശക്ക് 12 രൂപ പലിശക്ക്
1000 വേണോ, 2000 വേണോ, 3000 വേണോ, 5000 വേണോ, 10000 വേണോ, എത്ര വേണം തരും. അവർ നിനക്ക് വായ്പ തരും. നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നു വരും, നീയോ താഴ്ന്നു പോകും. ഇത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകുകയില്ല. ഇല്ലേ, നമ്മുടെ മലക്ക് വരുമ്പോ വീടിന്റെ മറയിലെന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ കോച്ചിന് ചെറിയ വെച്ച് അമേശ്വരം വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര വെട്ടം അല്ലേ. ആളിൽ നിന്ന് പറയാൻ പറഞ്ഞു. ആര്? അമ്മ. അമേശ്വരം. അപ്പൊ അവർക്ക് മനസ്സിലാകത്തില്ല ആരുമില്ലെന്ന്. എങ്കിലും ഒരു പോകും. കാരണം അവര് സ്വന്തം നാട്ടിലല്ലല്ലോ, നമ്മുടെ നാട്ടിലാണല്ലോ. അതുകൊണ്ട് അവരൊന്നും പറയാതെ പോകും. അമേശ്വരം ശ്രദ്ധിക്കണം മക്കളെ. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്കുണ്ടാകുകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. അടുത്തത് ചെയ്യും. അടുത്തത് 27-ാം വാക്യം വായിച്ചു. 27-ാം വാക്യം. പരിക്കൽ, മൂലവ്യാധി, ചൊറി, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. ആമേശ്വരം. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ തലങ്ങും വിലങ്ങും നടന്ന ചുറ്റുപാടെല്ലാം നിന്ന് പ്രാർത്ഥിച്ച് പരസ്യമായിട്ട് ദൈവവചനം പറഞ്ഞ പലരും ഈ ദൈവവചനം സ്വീകരിക്കാൻ തുടങ്ങി. പല കുടുംബത്തിനും പ്രാർത്ഥന ഉയർന്നപ്പോൾ ചൊറി, ചിരങ്ങെല്ലാം മാറി. മൂട്ടയില്ലാത്ത വീടുകളായിരുന്നില്ല, ശാപമായിരുന്ന വീടുകളായിരുന്നു. മൃഗത്തിന്റെ വിസർജ്യത്തിൽ ചാണം മെഴുകിയ തിണ്ണയിൽ വട്ടം കറങ്ങിയപ്പോ ഇന്ന് നല്ല കൈസുള്ള റൂമിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാ. ശാപം മാറ്റിയതാണ്. ആരാധന ഉയരുമ്പോ ശാപം മാറും, പ്രാർത്ഥന ഉയരുമ്പോ ശാപം മാറും. മക്കളെ, അമ്മ സ്വതം ശാപം മാറും. മൃഗത്തിന്റെ വിസർജ്യത്തിൽ കിടന്നിരുന്ന നമ്മള്, അതായത് ചാണാൻ മെഴുകിയ തിന്ന, ആമേശ്വരം, ചാണാൻ മെഴുകിയ തിണ്ണക്കകത്ത് നിന്ന് നല്ല ഗ്രാനൈറ്റ് പ്രതലത്തിൽ നിൽക്കാൻ സഹായിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ്. ആമേശ്വരം. മൂട്ടയും വാട്ടപ്രേമിൽ നിന്നും നിന്നെ വിടുവിച്ചെടുത്തത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണ്. ചോദ്യം ചിരഞ്ഞു നിന്നിൽ നിന്ന് മാറ്റിത്തന്നത് ദൈവത്തിന്റെ കൃപയാണ്. പ്രാർത്ഥന ഉയരുമോ? പണ്ടത്തെ കാലത്ത് അന്ധകാരമാണ്. 7 മണിക്ക് ശേഷം വഴി നടക്കാൻ പറ്റത്തില്ല. അമ്മ മാടകടിക്കും, അമ്മ ചാത്തം തൊലിയിടും. ഇപ്പൊ ഏത് വഴിക്കും പോകാം, ഒരു കുഴപ്പമില്ല. പ്രാർത്ഥന വെളിപ്പെട്ട, ആരാധന വെളിപ്പെട്ട, സത്യത്തിൽ ആത്മാവിനെ ആരാധിച്ച ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട നിന്റെ ഒരു ശക്തിയെ പിടിക്കത്തില്ല, നിനക്കൊരു പ്രതികൂലം ഉണ്ടാകത്തില്ല. അതെ, വിശ്വസിക്കപ്പെടുന്ന മക്കളെ. അവൻ പരിക്കൽ, മൂലവ്യാധി, ചോറി, ചിരങ്ങ എന്നിവയാൽ ബാധിക്കും, അവ സൗഖ്യമാകുകയില്ല. അടുത്തത് ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ചസത്യത്തെ തപ്പി നടക്കും. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയില്ല. ആമേൻ. 21-ാം വാക്യം വായിച്ചു. 21-ാം വാക്യം. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവൻ നിന്നെ പിന്തുടരും. അടുത്ത വാക്യം. ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിന്റെ തലക്കും എത്ര മഴ പെയ്യുന്നു, ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ആമേശ്വരം. നിന്റെ തലക്കും മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പുമാകും. അടുത്തതാ. പെയ്യും. ആ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റുപോകും. ശാപം ആമേശ്വരം ഇരട്ടിയിലും അധികമാണ്.
വേറൊരു ശാപത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കണം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സോദരം. മലാക്കി പ്രവചനം, ആമേ 3-ാം അധ്യായം 8-9 വാക്യം. മലാക്കി പ്രവചനം 3-ാം അധ്യായം 8-9 വാക്യം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. നിനക്ക് ദൈവം തരുന്ന ആരോഗ്യം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന നന്മയുടെ ഓഹരി തിരുനാമത്തിന് കൊടുക്കായിക കൊണ്ടും ശാപം വരും. നിങ്ങൾ വിറ്റുപോയി വായിച്ചു. ഈ ശാപത്തെ, ന്യായപ്രമാണത്തിലുള്ള ശാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ആരാണെന്നറിയാമോ? യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞേ, ആ സ്തോത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി. ഇനി നീ ശാപം ചുമക്കണ്ട. യേശുവിനെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന, അവന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ദൈവ പൈതലെ, ശാപത്തിന്റെ മേഖലകളെ മുറിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ യേശു ഏറ്റെടുത്തു. പച്ചപ്പൈൻ മരക്കുരിശിൽ ഗോൽഗോത്തായി പരസ്യമായി യേശുവിനെ ക്രൂശിച്ചപ്പോൾ ലോകം കരുതി അവൻ ഇതുകൊണ്ട് തീരുന്നു എന്ന്. അല്ല, നമ്മുടെ ശാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ യേശു വഹിച്ചു. ശാപത്തിൽ നിന്ന് മോചനം വേണോ? യേശുവിലേക്ക് നോക്കുക, അവന്റെ കൽപ്പന പ്രകാരം ജീവിക്കുക. ഈ ശാപത്തിൽ നിങ്ങൾ ദൈവം അനുവദിക്കത്തില്ല. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ദൈവമക്കളാകുവാൻ അവൻ അനുവാദം കൊടുക്കും. ശാപം മുറിക്കും, യേശു മുറിക്കും. അവൻ ലോകത്തിൽ ഒരു മന്ത്രവാദിയല്ല, ആഭിചാരകനല്ല. അതിലാംഗത്തെ നിർമ്മിച്ചിരിക്കുന്ന സർവശക്തനായ യേശു നിന്റെ ജീവിതത്തിൽ കാലാകാലങ്ങളെ കിടക്കുന്ന ശാപബന്ധനത്തെ അവൻ മുറിച്ചു മാറ്റും. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ അധ്യായങ്ങളെല്ലാം വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കേൾപ്പിച്ച തിരുവഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മരത്തുമ്പിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന തിരുവഴുത്തിൽ വായിക്കുന്നു. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിലക്കുവാൻ സകല മനുഷ്യരും കരുതി അവൻ എന്നേക്കുമായിട്ട് ശാപത്തിൽ ആ ക്രൂശിൽ കിടന്ന് തീർന്നെന്ന് ഇല്ല. പ്രിയ മക്കളെ, ശാപത്തെ മുറിച്ചു മാറ്റുക. ആദം ഹവ്വ ദമ്പതികൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്നേറ്റ ഫലത്തിൽ നിന്നുമെന്ന് ശാപം വഹിക്കുന്നപ്പോൾ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക അവനിതാ മരത്തിൽ തൂങ്ങുന്നു. അവനിതാ മരത്തിൽ തൂങ്ങുന്നു. അവനിലേക്ക് നോക്കാം. നിന്റെ ജീവിതത്തിൽ പൂർവികരായിട്ട് അവൻ നീയായിട്ടല്ല, നിന്റെ പിതാക്കന്മാരായിട്ടോ അവന്റെ പിതാക്കന്മാരായിട്ടോ ചെയ്തു പോയിരിക്കുന്ന അകൃത്യത്തിന്റെ വിഷാംശം പേറുന്ന ദൈവ പൈതൽ ഇന്ന് നിന്റെ മധ്യത്തിൽ വന്നിരിക്കുന്ന സഹോദരൻ, ശാപം നീ ചുമക്കേണ്ട. യേശു ചുമന്നതാ, അവനിലേക്ക് വെച്ചു കൊടുക്കുക. സകല ഭാരവും ചിന്താവിലും യേശുവിന്റെ മേൽ വെച്ചു കൊടുക്കുക. നിനക്ക് വിടുതലുണ്ട്, നിനക്ക് രക്ഷയുണ്ട്. ശാപമുഖം നിന്നെ തകർക്കത്തില്ല, ശാപശക്തി നിന്നെ തൊടുകയില്ല. യേശു മുറിക്കും, യേശു മുറിക്കും. ഹല്ലേലൂയ. പിശാചിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. സകല വ്യക്തികൾക്കും സത്വർത്തമാനം അറിയിച്ചു. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ശേഷം എന്തെങ്കിലും അവൻ
തരികയാണ്. അങ്ങനെ ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ, തേജസ് പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നതിനാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.